പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ കെം ടോക്കിൻ്റെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 17ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലെ ആദ്യ ടോപ്പിക്കാണ് 16ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് അതിൽ 11 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. സിൻ ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡാഷ്. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനാണ് സിൻ ഗ്യാസ്. അതിന് വേറെ പേരുണ്ട്, വാട്ടർ ഗ്യാസ്. ഈ സിൻ ഗ്യാസ് എന്നുള്ളത് സിന്തസിസ് ഗ്യാസിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ 3 പേരായി: സിന്തസിസ് ഗ്യാസ്, വാട്ടർ ഗ്യാസ്, സിൻ ഗ്യാസ്. ഇതിനൊക്കെ ഉത്തരം എന്താണ്? കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ വരാവുന്നതാണ്. പ്രൊഡ്യൂസർ ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ്. അപ്പോൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതിൽ ബി പാർട്ട് നോക്കാം. എ സാമ്പിൾ ഓഫ് റിവർ വാട്ടർ. റിവർ വാട്ടറിൻ്റെ ഒരു സാമ്പിൾ എടുത്തപ്പോൾ ഡസ് നോട്ട് ഗിവ് ലേദർ വിത്ത് സോപ്പ് ഓൺ കൂളിംഗ്. തണുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ആ വെള്ളം സോപ്പ് പതയുന്നില്ല ആ വെള്ളത്തിൽ. എന്നാൽ ചൂടാക്കിയപ്പോൾ ആ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോപ്പ് പതയുന്നുണ്ട്. എന്തുകൊണ്ട്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താ മനസ്സിലായത്? ഇത് താൽക്കാലിക കാഠിന്യമുള്ള വെള്ളമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? താൽക്കാലിക കാഠിന്യമുള്ള വെള്ളമാണ്. ചൂടാക്കിയാൽ ആ കാഠിന്യം നഷ്ടപ്പെടും. അപ്പോൾ ചൂടാക്കിയാൽ കാഠിന്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് ടെമ്പററി ഹാർഡ്നെസ് ഉള്ള സൊല്യൂഷനാണ്. ആ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യമാണ്. അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അത് ചൂടാക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂൾ. നേരത്തെ പറഞ്ഞല്ലേ, ഓപ്പൺ ലാപ്ടോപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വരച്ചില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചിത്രം മനസ്സിലാക്കി വെക്കുക. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. ഗിവ് 1 റിയാക്ഷൻ സപ്പോർട്ടിംഗ് ദി ആംഫോട്ടറിക് നാച്ചർ ഓഫ് വാട്ടർ. വാട്ടറിന് ആംഫോട്ടറിക് നാച്ചർ ഉണ്ട് എന്നുള്ളതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഇത്. കാരണം വാട്ടർ ആസിഡായും ബേസായും പ്രവർത്തിക്കാറുണ്ട്. വാട്ടർ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ബേസായും, വാട്ടർ ബേസുമായി പ്രവർത്തിക്കുമ്പോൾ ആസിഡായും പ്രവർത്തിക്കാനുള്ള നാച്ചർ ഉള്ളതുകൊണ്ട് ഇത് ആംഫോട്ടറിക് നാച്ചറുള്ള ആളാണ് വാട്ടർ എന്ന് പറയും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിയാക്ഷൻ നമുക്ക് നോക്കാം. എന്താണ്? NH3 + H2O ഗിവ്സ് NH4 + OH -. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെഡി? പ്രശ്നമില്ലല്ലോ. നെക്സ്റ്റ് അതിൽ ബി. റൈറ്റ് ദി നെയിം ഓഫ് എനി 2 ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഹൈഡ്രൈഡുകൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോളിക്കുലാർ ഹൈഡ്രൈഡാണ്, മറ്റൊന്ന് കോവാലൻ്റ് ഹൈഡ്രൈഡെന്ന്. മോളിക്കുലാർ ഹൈഡ്രൈഡിന് വേറെ പേരുണ്ട്. 2ാമത്താണ് അയോണിക് ഹൈഡ്രൈഡ്. 3ാമത്താണ് മെറ്റാലിക് ഹൈഡ്രൈഡ്. ഇതിലെ മോളിക്കുലാർ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ കോവാലൻ്റ് ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ആളെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോൺ റിച്ച് ആണ്, അതായത് NH3, H2O തുടങ്ങിയ ആൾക്കാർ. മറ്റൊന്ന് ഇലക്ട്രോൺ പ്രിസൈസ് ആണ്, CH4, SiH4 തുടങ്ങിയത്. വേറൊന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, B2H6, ഡൈബറൈനെ പോലെയുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ റിച്ചായ ഹൈഡ്രൈഡിന് 2 എക്സാമ്പിൾ എഴുതാനാണ്. അതിന് എക്സാമ്പിൾ അത് എഴുതിയിട്ടുണ്ട്: NH3 ആൻഡ് H2O. സി. കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നു. കാൽസ്യം ബൈകാർബണേറ്റ്. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കാൽസ്യം ബൈകാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും, CaCO3. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ CaCO3 ആണ്. 2ാമത്തെ ഡാഷിൽ CO2 ആണ്, കാർബൺ ഡയോക്സൈഡാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. H2O2 ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. വൈ? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. എന്തുകൊണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് നാസൻ്റായ ഓക്സിജൻ കിട്ടും, അതായത് അറ്റോമിക് ഹൈഡ്രജൻ കിട്ടും. അറ്റോമിക് ഓക്സിജൻ, നോട്ട് ഹൈഡ്രജൻ. അപ്പോൾ അറ്റോമിക് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് ആര്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്.
അതിൽ ബി, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. സിങ്ക് സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോഡക്റ്റ് ഹൈഡ്രജനാണ്, വേറെ പ്രോഡക്റ്റ് സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന Na2ZnO2. ഇക്വേഷൻ അതിലേക്ക് നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. അതിൽ നിങ്ങൾ ഹൈഡ്രജൻ എന്ന് എഴുതിയാൽ തന്നെ മാർക്കായി. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ ചെറിയൊരു മാറ്റം എത്തിയിട്ട് Zn പ്ലസ് HCl NaOHന് പകരം HCl എന്ന് കൊടുത്താലും കിട്ടുന്ന പ്രോഡക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈഡ്രജനാണ്, H2. അപ്പോൾ അത് മാറരുത്. വേറെയും ബൈ പ്രോഡക്റ്റ് ഉണ്ട്, ഹൈഡ്രജൻ ആണെന്നുള്ളത് ആദ്യം ഓർക്കണം. അപ്പോൾ സിങ്ക് ആസിഡുമായി പ്രവർത്തിച്ചാലും സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് പ്രവർത്തിച്ചാലും ഒരു പ്രോഡക്റ്റ് എന്താണ്? ഹൈഡ്രജനാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ സി നോക്കുക. ഇൻ എ സെമിനാർ ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രസൻറ്റ് എ പേപ്പർ ഓൺ ഹൈഡ്രജൻ എക്കണോമി, റൈറ്റ് എനി 2 points യു ആർ ഗോയിങ് ടു ഇൻക്ലൂഡ് ഇൻ യുവർ പേപ്പർ. ആ പേപ്പർ പ്രസൻറ്റേഷനിൽ ഹൈഡ്രജൻ എക്കണോമിയെക്കുറിച്ച് നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ പറയുന്നു. എന്താണ് നിങ്ങൾ ആ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുക? ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഹൈഡ്രജൻ എക്കണോമി എന്ന് പറയുന്നതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, തത്വം എന്ന് പറയുന്നത് ഈസ് ദി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് ഹൈഡ്രജൻ. വാതകാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ ഉള്ള ഹൈഡ്രജൻ്റെ ഫോമിൽ ഊർജത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും, അതായത് കൊണ്ടുപോവുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. നോക്കൂ നിങ്ങൾ, എനർജി നമ്മൾ കൊണ്ടുവരുന്നത് ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് വേറെ പവർ സ്റ്റേഷനിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് എനർജി കൊണ്ടുവരുന്ന ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൊണ്ടുവരും. പക്ഷേ നല്ല എളുപ്പമാണ് എന്തായിട്ട്? ഹൈഡ്രജനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ വളരെ സുഖമല്ലേ? കൊണ്ടുവരാൻ എന്തൊരു എളുപ്പമാണ്, ഗ്യാഷ്യസ് ഫോമിൽ അല്ലേ? അതുപോലെ ലിക്വിഡ് ഫോമിൽ ഹൈഡ്രജനൊക്കെ LPG കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാമല്ലോ. അപ്പോൾ എനർജിയെ ഹൈഡ്രജൻ്റെ ഫോമിൽ കൊണ്ടുവരാൻ പറ്റുന്നു എന്നതാണ് ഹൈഡ്രജൻ എക്കണോമിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? എന്താ? ഇലക്ട്രിക് പവർ രൂപത്തിലല്ലാതെ ഹൈഡ്രജൻ്റെ ഫോമിൽ എനർജിയെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ സെൽ എന്ന് പറയുന്നൊരു സെല്ലുണ്ട്, അതായത് പെട്രോളും ഡീസലൊക്കെ ഒഴിവാക്കി പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റിക്ക് പകരമായി. ഓക്കെ, അത് കത്തിച്ചിട്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജനെ കത്തിച്ച് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഒന്ന്, ഇത് പൊല്യൂഷൻലെസ് കമ്പസ്റ്റനാണ്, മലിനീകരണം ഉണ്ടാക്കില്ല. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H2O ആണ്, അത് നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൈ എഫിഷ്യൻസി ഉണ്ടാവും, എനർജിയുടെ നഷ്ടം വളരെ കുറവായിരിക്കും. ക്ലിയർ? 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ടർ ഈസ് ആൻ ആംഫോട്ടറിക് സബ്സ്റ്റൻസ്, ജസ്റ്റിഫൈ. വാട്ടർ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് അല്ലേ? സംശയമുണ്ടോ? ഇല്ല, ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. അതായത് ആസിഡായും ബേസായും പ്രവർത്തിക്കാൻ വാട്ടറിന് പറ്റും. ഇതിന് എക്സാമ്പിൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ വന്നു, ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. റെഡി? വേണമെങ്കിൽ ഒന്ന് പറയാം ഒന്നുകൂടെ. വാട്ടർ പ്ലസ് NH3, NH4 പ്ലസ് OH മൈനസ്. വേറൊന്ന് വാട്ടർ പ്ലസ് HCl, H3O പ്ലസ് Cl മൈനസ്. ഇങ്ങനെ എഴുതാം. ആദ്യത്തെ റിയാക്ഷനിൽ H2O ആസിഡായും രണ്ടാമത്തെ റിയാക്ഷനിൽ H2O ബേസായിട്ടും പ്രവർത്തിച്ചു. ഇനി 15ൽ ബി, ഹൈഡ്രേറ്റ്സ് ആർ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലിമെൻറ്റ്. ഗിവ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, B2H6 ഡൈബറൈൻ. ഇലക്ട്രോൺ റിച്ചിന് എക്സാമ്പിൾ NH3. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 16. About 18% ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഈസ് ഫ്രം കോൾ. കോളിൽ നിന്നാണ് ഹൈഡ്രജനെ 18% പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ? സിൻഗ്യാസ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. വാട്ട് ഈസ് സിൻഗ്യാസ്? CO പ്ലസ് H2വിനാണ് സിൻഗ്യാസ് എന്ന് പറയാം. അപ്പോൾ സിൻഗ്യാസ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ നോക്കൂ, അത് കാർബൺ പ്ലസ് H2O. കാർബൺ എന്ന് പറയുന്നത് കോളാണ്, കോൾ കാർബൺ. അതിനെ വാട്ടർ
അല്ലേ? H2O ഗ്യാസുമായി സ്റ്റീമുമായി പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിച്ചപ്പോൾ അവിടെ കിട്ടിയ പ്രോഡക്റ്റ് നോക്കൂ. CO2 എന്ന് അവിടെ തെറ്റായി എഴുതിയിട്ടുണ്ട്. അല്ല CO തന്നെയാണ്. CO ഗ്യാസ് പ്ലസ് H2 കിട്ടി. ഇതാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ? കാർബണിൽ നിന്ന് സ്റ്റീമിൻ്റെ സഹായത്തോടെ സിൻ ഗ്യാസ് ഉണ്ടാക്കുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഹൗ ഈസ് ഡൈഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ? നോക്കാം. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ ഗ്യാസ് എടുക്കുക, CO + H2, ഇതാണ് വാട്ടർ ഗ്യാസ്. അതിനെ വീണ്ടും എന്ത് ചെയ്യുക? സ്റ്റീമുമായി പ്രവർത്തിപ്പിച്ചാൽ CO2 + H2 കിട്ടും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന CO എന്തായി മാറും? CO2 ആയിട്ട് മാറും. ഇങ്ങനെ വാട്ടർ ഗ്യാസിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജനാക്കി മാറ്റുകയും അതിലുള്ള കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡായി മാറുകയും ചെയ്യുന്ന റിയാക്ഷനാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓർക്കാൻ എന്ത് എളുപ്പമാണ് മക്കളെ. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് + H2, അതിനെ വീണ്ടും സ്റ്റീമുമായി പ്രവർത്തിപ്പിക്കുക. 673 കെൽവിന് കാറ്റലിസ്റ്റിൻ്റെ സഹായത്തിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ CO2 ആയിട്ട് മാറും, ഹൈഡ്രജൻ ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഇതിൽ കിട്ടുകയും ചെയ്തു. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും എന്ന് പറയുന്ന വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇതിനെ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മുകളിലുള്ള ഇക്വേഷൻ തന്നെ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. നോക്കൂ, C + H2O ഗ്യാസ് ഗിവ് CO + H2. അതെന്താണ്? വാട്ടർ ഗ്യാസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഒരു ആരോ മാർക്ക് ഇടുക. എന്നിട്ട് ആരോ മാർക്കിൻ്റെ മോളെ H2O ഗ്യാസ് എന്ന് എഴുതുക. അപ്പോൾ അവിടെ കിട്ടുന്നത് CO2 + H2, 2 H2 ഉണ്ടാവും. ഓക്കെ, ഏതായാലാവട്ടെ, ദാറ്റ് ഈസ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഹൈഡ്രജൻ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് കോൾ ഗ്യാസിഫിക്കേഷനാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷനാണ്. ഓക്കെ, അതിലെ C, റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഡൈഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്തെങ്കിലും യൂസസ് ഉണ്ടോ? അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ വനസ്പതി ഓയിലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഹൈഡ്രജൻ ടോർച്ച് എന്ന് പറയുന്ന ഇതുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതാണ്. ഹൈഡ്രജൻ ടോർച്ച്, ടോർച്ചിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. വെൽഡിങ്ങിനും അതുപോലെ കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ടോർച്ചിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഹാർഡ് വാട്ടർ കണ്ടെയ്ൻ കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട്, ദെയർഫോർ ഇറ്റ് ഡസ് നോട്ട് ലേതർ വിത്ത് സോപ്പ്. അത് എന്ത് തരില്ല? പത തരില്ല. ക്വസ്റ്റ്യൻ, ഹാർഡ് വാട്ടർ ഈസ് ഹാംഫുൾ ഫോർ ബോയിലർ. തിളപ്പിക്കുന്ന പാത്രങ്ങൾക്ക് ഹാർഡ് വാട്ടർ ദോഷമാണ്. എന്തുകൊണ്ട്? അതായത് ഹാർഡ് വാട്ടറിനെ ബോയിലറിലെടുത്തിട്ട് തിളപ്പിച്ചാൽ ആ ഹാർഡ് വാട്ടറിലുള്ള ചിലപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാവുമല്ലോ, ആ കാൽസ്യം ബൈകാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അത് സോളിഡ്, ആ വെള്ളത്തിൽ ലയിക്കില്ല, അത് സോളിഡാണ്. അതെന്ത് ചെയ്യുന്നറിയാം? ഞങ്ങൾക്ക് ബോയിലറിൻ്റെ കോയിലുണ്ടാവും, വെള്ളം ചൂടാകാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ കോയിൽ. ആ കോയിലുമേൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ആ പാത്രത്തിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഇൻസുലേറ്ററായി മാറും. ഇൻസുലേറ്ററായി മാറുമ്പോൾ ചൂട് സഹിക്കാൻ കഴിയാതെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു റിമൂവ് ദി ഹാർഡ്നെസ് ഫ്രം വാട്ടർ ബൈ യൂസിങ് വാഷിംഗ് സോഡ? ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വാഷിംഗ് സോഡ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇക്വേഷൻ ആണ് കൊടുക്കുന്നത്. വാഷിംഗ് സോഡ എന്താണെന്നറിയില്ലേ? സോഡിയം കാർബണേറ്റ് ആണ്. അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ഹാർഡ് വാട്ടറിലുണ്ടെങ്കിൽ അതിൽ സോഡിയം കാർബണേറ്റ് ചേർത്താൽ അത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും, പ്ലസ് NaCl. അതിൻ്റെ ഫലമായി കാൽസ്യം ക്ലോറൈഡ് എന്ന ഹാർഡ്നെസ്സിന് കാരണമായ വസ്തു ആ വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. മെഗ്നീഷ്യം ക്ലോറൈഡാണ്
വെള്ളത്തിലുള്ളതെങ്കിൽ അത് സോഡിയം കാർബണേറ്റ് എന്ന വാഷിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ മെഗ്നീഷ്യം കാർബണേറ്റായിട്ട് മാറും. അതോടുകൂടെ ഹാർഡ്നെസ് കാരണമായ മെഗ്നീഷ്യം ക്ലോറൈഡും റിമൂവ് ചെയ്യപ്പെടും. റെഡി? മൂന്നാമത്തത്, വിച്ച് മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ടു ഗെറ്റ് പ്യുവർ ഡീമിനറലൈസ്ഡ് വാട്ടർ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിനറൽ വാട്ടർ അതിൽ കുറേ അയോൺസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഒരു അയോണോ ഒരു സ്പീഷീസ് ഒന്നും അതിലുണ്ടാവില്ല, അയോൺസ് പോലും അതിലുണ്ടാവില്ല. അങ്ങനെയുള്ള ഡീമിനറലൈസ്ഡ് വാട്ടർ കിട്ടാൻ ഏറ്റവും യോജിച്ച മെത്തേഡ് എന്ന് പറയുന്നത് സിന്തറ്റിക് റെസിൻ മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ബി, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർ ഇൻ പ്ലാസ്റ്റിക് വെസൽ ഇൻ ഡാർക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് വെസലിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യണത്? സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതാണ്, എങ്കിലൊന്നുകൂടെ ആവർത്തിക്കാം. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറും? വാട്ടറും ഓക്സിജനായിട്ട് മാറും. അതുകൊണ്ട് ലൈറ്റ് പാത്രത്തിനകത്തേക്ക് കടക്കാതിരിക്കാനാണ് ഡാർക്ക് ബോട്ടിലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എന്നാൽ താൽക്കാലിക കാഠിന്യം റിമൂവ് ചെയ്യാൻ കെമിക്കൽ മെത്തേഡിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ചൂടാക്കിയാൽ മതി, തിളപ്പിച്ചാൽ മതി ആ വെള്ളത്തെ. അതാണ് അവ തമ്മിലുള്ള മെയിൻ വ്യത്യാസം തന്നെ. ടെമ്പററി എന്ന് പറയാനുള്ള കാരണം തന്നെ അതാ. താൽക്കാലിക കാഠിന്യം എന്ന് താൽക്കാലിക കാഠിന്യത്തിന് പറയാനുള്ള കാരണം ചൂടാക്കിയാൽ അതിൻ്റെ കാഠിന്യം ഇല്ലാതാവും. പെർമനൻറ്റ് ഹാർഡ്നെസ് അങ്ങനെയല്ല, ചൂടാക്കിയാൽ ഇല്ലാതാവില്ല, അതിന് കെമിക്കൽ ചേർക്കണം. അതുകൊണ്ട് കെമിക്കൽ മെത്തേഡിലൂടെ മാത്രമേ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആവട്ടെ, ഏതെന്താ ചോദ്യം നോക്കാം. റൈറ്റ് ദി നെയിം ഓഫ് എനി വൺ സോൾട്ട് റെസ്പോൺസിബിൾ ഫോർ ദി പെർമനൻറ്റ് ഹാർഡ്നെസ്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമായ ഏതെങ്കിലും ഒരാളെ പറയാം. ശരിക്കും പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമായ 4 ആളുണ്ട്. ഒന്ന് കാൽസ്യം ക്ലോറൈഡ്, വേറൊന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ്, വേറൊന്ന് കാൽസ്യം സൾഫേറ്റ്, വേറൊന്ന് മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ 4 ആളായില്ലേ. എന്നാൽ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായ 2 ആളാരാ? കാൽസ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓർത്തിരിക്കുക. അടുത്ത സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് ഈസ് കൊമേഴ്ഷ്യലി കാൾഡ് കാൽഗൻ. അപ്പോൾ കാൽഗൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് ആണ്. ഓർത്തിരിക്കണം, നല്ല ഒരു ക്വസ്റ്റ്യനാണ്. സി, ഹൗ ഈസ് സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ റിമൂവിങ് ദി പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? അതാ സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ്. ഹെക്സാ എന്ന് പറയുമ്പോൾ 6 ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 6 വന്ന് കണ്ടോ നിങ്ങൾ. അപ്പോൾ സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? മെറ്റലുമായി പ്രവർത്തിക്കും. ഏത് മെറ്റൽ? ഹാർഡ്നെസ്സിന് കാരണമായ മെറ്റലുമായി പ്രവർത്തിച്ച് അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. പഠിച്ചു വെക്കുക പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലയെങ്കിലും പഠിച്ചു വെക്കുക. ഏത്? സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റിൻ്റെ. റെഡി? നെക്സ്റ്റ് ഡി, സജസ്റ്റ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടറിനെ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താ? സോപ്പ് വേസ്റ്റ് ആവും, ബോയിലർ പൊട്ടിത്തെറിക്കാൻ കാരണമാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വെജിറ്റബിൾ ഓയിൽ ഈസ് കൺവെർട്ടഡ് ടു വനസ്പതി ഫാറ്റ് ബൈ ഡാഷ് പ്രോസസ്. ഹൈഡ്രോജനേഷൻ പ്രോസസ്സാണ്. അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുക വെജിറ്റബിൾ ഓയിലിലേക്ക്. ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ എന്ന്. ഓക്കെ, അതിൽ ബി, D2O ഈസ് ജനറലി കോൾഡ് ഹെവി വാട്ടർ എന്നാണ് അറിയപ്പെടുക. ഹെവി വാട്ടർ നമ്മൾ എന്തിലുപയോഗിക്കും? ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കും കൂളൻ്റായിട്ട്. ആവട്ടെ, അടുത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ യൂസ്ഡ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെൻറ്റിൽ നമുക്കറിയാം വേസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. ആ വേസ്റ്റുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കെമിക്കലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ആ ഹൈഡ്രജൻ പെറോക്സൈഡ്, റൈറ്റ് ദി ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 ആണ്. റെഡി? ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വരച്ചൂടെ? ഓപ്പൺ ലാപ്ടോപ്പ് സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെ. അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ കെമിക്കൽ ഇക്വേഷൻ വൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് സ്റ്റോർ ഇൻ വാക്സ് ലൈൻ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെസൽ ഇൻ ഡാർക്ക്. എത്ര പ്രാവശ്യം മക്കളെ ഈ ക്വസ്റ്റ്യൻ വന്നത് എന്നാലോചിച്ച് നോക്കൂ അല്ലേ. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറും. അതുകൊണ്ട് ലൈറ്റ് കടക്കാതിരിക്കാനാണ് ഡാർക്ക് ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്
വെസലിൽ എന്ത് ചെയ്യണത്, വാക്സ് ലൈൻ ചെയ്ത ഗ്ലാസ് ബോട്ടിലൊക്കെ ഇയാളെ. 20ാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് ഒബ്സർവേഷൻ. ദി ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിനേക്കാൾ ഐസിൻ്റെ ഡെൻസിറ്റി കുറവാണ്. എന്താ കാരണം? ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് അതിൽ ലാർജ് നമ്പർ ഓഫ് വാക്കൻറ്റ് സ്പേസ് ഐസിൻ്റെ മോളിക്യൂളിൻ്റെ ഇടക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിന് ലോവർ ഡെൻസിറ്റിയാണ്. ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഗിവ് റെഡി ലെതർ വിത്ത് സോപ്പ്. എന്താ കാരണം? ഡസ് നോട്ട് റെഡി ലെതർ വിത്ത് സോപ്പ്. വൈ? എന്തുകൊണ്ടാണ്? പറയൂ. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സോല്യുബിൾ ബൈകാർബണേറ്റ്, ക്ലോറൈഡ് ഓർ സൾഫേറ്റ് ഓഫ് കാൽസ്യം ഓർ മെഗ്നീഷ്യം. റെഡി. അടുത്ത ബി, ജസ്റ്റിഫൈ ദി പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജൻ്റെ പൊസിഷൻ അത് ഫസ്റ്റ് ഗ്രൂപ്പായ ആൽക്കലി മെറ്റലുമായി സാമ്യതയും ഡിഫറൻസും അല്ലേ, സിമിലാരിറ്റിയും ഡിഫറൻസും ഉണ്ട്. 17th ഗ്രൂപ്പായ ഹാലജനുമായി സിമിലാരിറ്റിയും ഡിഫറൻസും ഉണ്ട്. അതുകൊണ്ട് അയാളെ ഒരു സ്പെഷ്യൽ പൊസിഷനിൽ പീരിയോഡിക് ടേബിളിൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദി എഫിഷ്യൻസി ഓഫ് എ ബോയിലർ ഈസ് ഫൗണ്ട് ടു ഡിക്രീസ് വിത്ത് ബോയിലർ സ്കെയിൽ ഫോർമേഷൻ. ബോയിലറിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. എന്താണ് സ്കെയിൽ ഫോർമേഷൻ എന്ന് പറയുന്ന? ആ പാത്രത്തിൻ്റെ സൈഡിലും അതുപോലെ ബോയിലറിൻ്റെ കോയിലുമിലൊക്കെ പറ്റിപ്പിടിക്കുന്ന സ്കെയിലുകൾ, അതുണ്ടാവാൻ കാരണമായ കോമ്പൗണ്ടുകൾ ഏതാണ്? അത് കാൽസ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റുമാണ്. ഇത് ചൂടാവുമ്പോൾ കാൽസ്യം കാർബണേറ്റും മെഗ്നീഷ്യം കാർബണേറ്റുമായിട്ട് മാറും. ഇതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബി, റൈറ്റ് ദി കെമിസ്ട്രി ഓഫ് സ്കെയിൽ ഫോർമേഷൻ. അതാ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ചൂടാക്കിയപ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി അല്ലേ? അതുപോലെ കാൽസ്യം ബൈകാർബണേറ്റ് ചൂടാക്കിയപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായി. ആ കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. റെഡി. അടുത്ത സി, സജസ്റ്റ് എ സ്യൂട്ടബിൾ കെമിക്കൽ മെത്തേഡ് ടു പ്രിവെൻറ്റ് ദി സ്കെയിൽ ഫോർമേഷൻ. ഈ സ്കെയിൽ ഫോർമേഷൻ ഇല്ലാതെ ഹാർഡ് വാട്ടറിൽ ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യുക? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്ലാർക്സ് മെത്തേഡ്. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുക? ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവില്ല. കാൽസ്യം ബൈകാർബണേറ്റോ മെഗ്നീഷ്യം ബൈകാർബണേറ്റോ വെള്ളത്തിലുണ്ടെങ്കിൽ അത് ചൂടാക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റായിട്ട് മാറുമല്ലോ. അപ്പോൾ ബോയിലറിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ആ ഹാർഡ് വാട്ടറിലേക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ബൈകാർബണേറ്റിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുന്നു. ഇതിനാണ് ക്ലാർക്സ് മെത്തേഡ് എന്ന് പറയാം. ശരി. 22ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. എ കോളുണ്ട്, ബി കോളുണ്ട്, സി കോളുണ്ട്. പ്രോട്ടിയവും ട്രിഷിയവും എന്താണത്? അത് ഐസോട്ടോപ്പാണ്. ആരുടെ ഐസോട്ടോപ്പാണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. എത്ര വലിയ ഇൻഫർമേഷൻ അവിടെ കിട്ടിയെന്ന് നോക്കിയേ. കാൽസ്യം Ca2+ഉം Mg2+ഉം എന്താണത്? അത് ഹാർഡ് വാട്ടറിലുള്ളതാണ്. അത് ഉണ്ടായാൽ സോപ്പ് പതയില്ല. റെഡി. നോ ലെതർ വിത്ത് സോപ്പ്. H2O2 ഇതിനെ പെർ ഹൈഡ്രോൾ എന്ന് പറയാറുണ്ട്. H2O2നെ പെർ ഹൈഡ്രോൾ എന്ന് പറയാറുണ്ട്. അത് ആൻറ്റിസെപ്റ്റിക്കാണ്. അതായത് മുറിവിലോ മറ്റുമൊക്കെ ദോഷകാരികളായ ബാക്ടീരിയ തുടങ്ങി സൂക്ഷ്മജീവികളുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ, അതിൻ്റെ വളർച്ച തടയാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ H2O2 ആൻറ്റിസെപ്റ്റിക്കാണ്. അടുത്ത D2O, അതിൻ്റെ പേര് ഹെവി വാട്ടറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങളെ ഒരു ബോക്സിലാക്കി ചോദിച്ചിരിക്കുകയാണ്. എല്ലാം അതിലുണ്ട്. നോക്കൂ, D2Oനെ ഹെവി വാട്ടർ എന്ന് പറയും. ഇത് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യും. അതായത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാകുന്ന ആ ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനാണ് എന്ത് പറയുക? മോഡറേറ്റർ എന്ന് പറയാം. 23ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെവി വാട്ടർ? മെൻഷൻ വൺ ഓഫ് ഇറ്റ്സ് യൂസ്. നോക്കൂ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നത് അല്ലേ? ഹെവി വാട്ടർ എന്താ? D2O ആണ്. ഇത് മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യും.
എക്സ്പ്ലെയിൻ വൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് നോട്ട് സ്റ്റോർ ഇൻ ഗ്ലാസ് വെസൽ. ഇനി പറയണോ? വാട്ട് ഈസ് കാൽഗൻ? സോഡിയം മെറ്റാഫോസ്ഫേറ്റ് ആണ്. വാട്ട് ഈസ് ഇറ്റ് യൂസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് പെർമനൻറ്റ് ഹാർഡ്നെസ്. റെഡി. 24. നെയിം ദി ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളുടെ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. വാട്ട് ഈസ് ഹെവി വാട്ടർ? D2O. എത്ര റിപ്പീറ്റ് ചെയ്ത് വന്നുല്ലേ? വാട്ട് ഈസ് എ മോഡറേറ്റർ? വാട്ട് ഈസ് മോഡറേറ്റർ? ദേ സ്ലോ ഡൗൺ ദി സ്പീഡ് ഓഫ് ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോണിൻ്റെ സ്പീഡിനെ കുറക്കാൻ ഉപയോഗിക്കുന്നതാണ് മോഡറേറ്റർ. 25. ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഗീവ് റെഡി ലെതർ വിത്ത് സോപ്പ്. സോപ്പ് ആയിട്ട് കിട്ടുന്നില്ല, പതയുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹാർഡ്നെസ്? പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് ക്ലോറൈഡ്, സൾഫേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. വാട്ട് ആർ 2 types ഓഫ് ഹാർഡ്നെസ്? ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. സജസ്റ്റ് 1 മെത്തേഡ് ടു റിമൂവ് ഹാർഡ്നെസ്. അഡീഷൻ ഓഫ് വാട്ടർ, അഡീഷൻ ഓഫ് വാഷിംഗ് സോഡ, അല്ലേ? അഡീഷൻ ഓഫ് വാഷിംഗ് സോഡ, അഡീഷൻ ഓഫ് കാൽഗൻ, അഡീഷൻ ഓഫ് പെർമ്യൂട്ടിറ്റ്, അഡീഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെ, അല്ലെങ്കിൽ ബോയിലിംഗ് ഓഫ് വാട്ടർ, ഏത് ടെമ്പററി ഹാർഡ്നെസ്സിനാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എഴുതാം. 25 ക്വസ്റ്റ്യനാണ് നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നത്. ഇതിൽ നിന്ന് പുറത്ത് ഇനി വേറൊന്നും വരാനില്ല പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഇത് പഠിക്കുക. ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും കൃത്യമായി വീണ്ടും വീണ്ടും കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരു 4 മാർക്ക് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.